ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കമിട്ട് ഇന്ത്യൻ സേന. പാകിസ്ഥാൻ, പാക് അധീന ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി കേന്ദ്രീകരിച്ചാണ് അർദ്ധരാത്രിയോടെ സേന ആക്രമണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നീതി നടപ്പാക്കിയതായി ഇന്ത്യൻ കരസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പെഹൽഗാം ആക്രമണം നടന്ന് 15 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ത്യയുടെ മറുപടി. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൌരനും ഉൾപ്പെടെ 26 പേരാണ് പെഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് ഇന്ന് വൈകുന്നേരം വിശദീകരണമുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തത്സമയം നിരീക്ഷിച്ചു. രാജ്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരും സമൂഹമാധ്യമങ്ങളിലൂടെ അഭിവാദ്യം അർപ്പിച്ചു. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പ്രതികരണമറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. സമാധാനപരമായ ഒരു പരിഹാരത്തിനായി US പ്രസിഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നത് തുടരുമെന്ന് റൂബിയോ വ്യക്തമാക്കി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് ധർമ്മശാല, ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ തുടങ്ങിയ വിമാനത്താവളങ്ങൾ അടച്ചു. ഈ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മാറ്റിവെച്ചതായി എയർ ഇന്ത്യ, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് 12 മണി വരെയുള്ള ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. അമൃത്സറിലേക്കുള്ള 2 അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചുവിടുന്നതായും എയർ ഇന്ത്യ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ലേ, ചണ്ഡീഗഡ്, ധർമ്മശാല, ബിക്കാനീർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് ഇൻഡിഗോ എയർലൈൻസ് അറിയിച്ചു. വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്ന് സ്പൈസ് ജെറ്റും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത. അതിർത്തികളിലെ എല്ലാ വ്യോമ പ്രതിരോധ യൂണിറ്റുകളും സജീവമാക്കിയിട്ടുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് പിന്നാലെ പ്രതികരണവുമായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് അഭിപ്രായപ്പെട്ടു. പൂഞ്ച്, രജൌരി മേഖലയിലെ ഭീംബർ പ്രദേശത്ത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. സൈന്യം ശക്തമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തുകയാണ്. രാജ്യത്ത് ഇന്ന് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം, വ്യോമസേനയുമായുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എന്നിവ മോക്ക് ഡ്രില്ലിലൂടെ വിലയിരുത്തും. രാജ്യത്തെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഗ്രാമീണ തലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ആക്രമണ ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നൽകും. രാജ്യത്തുടനീളമുള്ള NCC കേഡറ്റുകൾ മോക്ക് ഡ്രില്ലിൽ പങ്കെടുക്കാൻ പൂർണ്ണ സജ്ജരായതായി NCC ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർബിർപാൽ സിംഗ് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:45.